ഹായ് ചങ്കുകളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോ ഒരു പാവയ്ക്കക്കറി. ആ പാവയ്ക്കക്കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടുള്ള സാധനങ്ങൾ: 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലുപ്പമുള്ളതാണ്. പിന്നെ നമ്മൾ എടുത്തേക്കണത് ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വാളംപുളി, ആവശ്യമുള്ള ഉപ്പ്, പിന്നെ കടുക്, വറ്റൽമുളക്. ഈ സാധനമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് പാവയ്ക്ക് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വറുക്കാനുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ നമുക്ക് പാവയ്ക്ക എടുത്തിടാം. പാവയ്ക്ക നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കയ്പ്പ് തീരില്ലെന്നല്ല, മറ്റേനേക്കാളും കുറയും. നമ്മൾ സാധാരണ കറി വെക്കണേക്കാളും കയ്പ്പ് കുറവായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ പാവയ്ക്ക എന്തായാലും പാവയ്ക്ക തന്നെ, പാലും തേനും ഒഴിച്ചുണ്ടാക്കിയാലും പാവയ്ക്കാണ് ചെറിയ കയ്പ്പുണ്ടാവും. സംഭവം എന്തൊക്കെ ആയാലും പാവയ്ക്കക്കറി ഇങ്ങനെ വെച്ചാലേ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. മറ്റോണം നമ്മളിപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി എനിക്കിഷ്ടമല്ല അത് കയ്പ്പ്. ഇത് അത്ര അങ്ങനെ കയ്പ്പുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പാവയ്ക്കൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് എരിഞ്ഞിട്ടെടുത്താണ് അത് നമ്മൾ വറുത്ത് ഈ പരുവായിട്ട് കോരിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചോറിന്. എന്നുവെച്ചാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ് പാവയ്ക്കായാലും. ഇപ്പോൾ പാവയ്ക്കക്കറി എല്ലാവരും ഉണ്ടാക്കും, എല്ലാവർക്കും അറിയണ ഇതാണ്. പക്ഷേ പലരും പല രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ അത് എൻ്റെ രീതി ഞാൻ കാണിക്കുന്നത്. നമ്മൾ പാവയ്ക്ക വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ കടുകിട്ട് 1 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 3-4 വറ്റൽമുളക്, ഇത് നമുക്ക് ഇതൊന്ന് വറവാക്കി എടുക്കണം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് മുളകിടാം. ഇനി നമുക്ക് അടുത്ത് വേപ്പിൻ്റെ ഇല, വേപ്പിലൊക്കെ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചേക്കണ സവാളയും ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റണം. ചില ആൾക്കാർ തേങ്ങ അരച്ചിട്ട് വറുത്തരച്ചിട്ട് കറി വയ്ക്കും. പലരും പല ടൈപ്പിൽ. നമ്മളിപ്പോൾ അത് നാളെ നിറയ്ക്കാനില്ല, മല്ലിപ്പൊടിയും മുളക് പൊടിയും വറവാക്കിയിട്ട് അതിനകത്ത് കറി വയ്ക്കണത്. നമുക്ക് ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിടണം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ, അടിപൊളി കറിയാണ്. ഇപ്പോൾ ഇത് മാത്രം മതി. പിന്നെ ചെറിയ എന്തെങ്കിലും സൈഡായിട്ട് വല്ല മുട്ട വറവ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് ചോറ് തിന്നാം. നല്ല ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഞാനത്തേക്ക് കഴിഞ്ഞ് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നമ്മളിപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ വറുത്തരയ്ക്കാൻ ഉപയോഗിക്കുന്ന പോലെ പോലെ മൂത്ത് വരണം. പച്ചമുളക് പോവല്ല, അത് അത്യാവശ്യം ഒന്ന് വറവാവണം. അതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മളെ മസാലകളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഞാനത്തേക്ക് കഴിഞ്ഞ്
ചെറിയൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിഴിഞ്ഞ് വെള്ളം എടുത്ത് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ച് അപ്പം ലേശം കൂടിയും വെള്ളം ഒഴിക്കണം, നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം. ഇതിലമ്മഞ്ഞ് തക്കാളി, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട്, ആ തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഇത് നമുക്ക് ഇനി മൂടി വയ്ക്കുക കുറച്ച് നേരം. നമ്മുടെ നന്നായിട്ട് തിളച്ച് ശരിയായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് വറുത്ത് വെച്ചങ്ങനെ പാവയ്ക്കിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ മസാലയും പാവയ്ക്കയും കൂടിയിട്ടൊന്ന് സെറ്റാവട്ടെ. അപ്പോൾ കറി നമ്മുടെ ഏകദേശമൊക്കെ റെഡിയാവും. ഇപ്പോൾ ലേശം കുറവുണ്ട്, നമുക്ക് ആവശ്യമുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് പാകത്തിനാവട്ടെ. ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് വെച്ചിൽ ഒന്നിച്ചിട്ട് ചിലപ്പോൾ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇടാലോ. അങ്ങനെ ഇപ്പോൾ ലേശം കുറവുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക കറിയൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ, വെച്ചാൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടുള്ള കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ പാവയ്ക്കക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്ക്, നല്ല അടിപൊളി കറിയാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമ്മളിനി അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബായ്.